ചില്ലി പനീറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് ഡിന്നറിന് കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ചപ്പാത്തിയുടെയും ഭട്ടൂരയുടെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. എങ്ങനെയാണ് ഈ ചില്ലി പനീർ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് 200 ഗ്രാം പനീറാണ്. ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച പനീറാണ്. വീട്ടിലുണ്ടാക്കിയിട്ടും യൂസ് ചെയ്യാം. വീട്ടിലുണ്ടാക്കിയതാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. പനീർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ പനീർ ഉപയോഗിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേ ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ച് ഇതിൻ്റെ തണുപ്പ് പൂർണ്ണമായിട്ടും കളയണം. അങ്ങനെ കളഞ്ഞെടുത്ത് വെച്ച പനീറാണിത്. ഇത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിലിട്ടിട്ട് ഇതിൻ്റെ വെള്ളം മുഴുവൻ ഇതുപോലെ ഒന്ന് ഒപ്പിയെടുക്കാം. വെള്ളം മുഴുവൻ കളഞ്ഞതിന് ശേഷം നമുക്കിതൊരു നല്ല ഡ്രൈ ആക്കിയെടുത്ത ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചിട്ട് പതുക്കെ മിക്സ് ചെയ്താലും മതി. അല്ലെങ്കിൽ ഇതുപോലെ പാത്രത്തിൽ നിന്ന് തന്നെ ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ എടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളതാണ്. മിക്സ് ചെയ്തതിന് ശേഷം ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച പനീർ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മുഴുവൻ പനീറും ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. പനീറിൻ്റെ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി പനീർ മുഴുവനും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പനീർ മുഴുവനും തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി മറ്റേ വശവും കൂടി നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. വേണമെങ്കിൽ ഇതിൻ്റെ 4 വശവും നന്നായിട്ട് മൊരിച്ചെടുക്കാം. തിരിച്ചിട്ട് എല്ലാ വശവും മൊരിച്ചെടുക്കാം. ഞാനിതിൻ്റെ 2-3 സൈഡ് അതുപോലെ മൊരിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. പനീർ മുഴുവൻ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാത്രം ചൂടാകുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഫ്ലെയിം അല്പം കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഈ ചില്ലി പനീറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അല്പം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ഇതൊക്കെ വഴറ്റുന്നതായിരിക്കും ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി നന്നായിട്ട് വഴറ്റുക. നിങ്ങൾക്ക് നല്ല എരിവാണെങ്കിൽ 3-4 പച്ചമുളക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റുക. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ ഇതൊക്കെ ചേർത്ത് കൊടുത്ത് വഴറ്റുക. സ്പ്രിംഗ് ഓണിയനും കൂടി ചേർത്തൊന്ന് വഴറ്റി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ക്യാപ്സിക്കവും 1 സവാളയും ക്യൂബ്സായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ഒരു വലിയ സവാളയാണ്. ചെറുതാണെങ്കിൽ 2 എടുക്കുക. അതുപോലെ ക്യാപ്സിക്കവും അത്യാവശ്യം വലിപ്പമുണ്ട്. രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വരെ ചേർക്കുന്നുള്ളൂ. കാരണം നമ്മൾ സോയാ സോസൊക്കെ ചേർക്കുമ്പോൾ അതിലും കുറച്ച് ഉപ്പുണ്ടാവും. അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്താൽ മതി. ഉപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. സവാളയും ക്യാപ്സിക്കവും ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കാം. സവാളയും ക്യാപ്സിക്കവും പകുതി വേവാകുമ്പോൾ തന്നെ പനീർ ചേർക്കാം. കൂടുതൽ വേവാൻ നിൽക്കണ്ട. ഒരു പകുതി വെന്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതിലേക്ക് പനീർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ തന്നെ വെള്ള കുരുമുളക് പൊടി, അതായത് വൈറ്റ് പേപ്പർ, ഇത് 3ഉം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റുക. വൈറ്റ് പേപ്പർ നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക.
നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ പാനിൻ്റെ നടു ഇങ്ങനെ ഒഴിഞ്ഞെടുക്കുന്ന രീതിയിൽ 4 ഭാഗത്തേക്കും ഇതൊന്ന് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഈ നടുവിലായിട്ട് 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1/2 ടേബിൾ സ്പൂൺ വരെ ചില്ലി സോസ്, 2 ടേബിൾ സ്പൂൺ വരെ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ചേർത്താലും മതി. 3 കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇത് ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം കൂട്ടി വെക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലോർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലോർ ചേർക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് അല്പം തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഞാൻ ഇതിലേക്ക് 1/4 കപ്പ് കൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ തിക്കായി കഴിഞ്ഞാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്കിതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വരെ മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ചില്ലി പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി പനീർ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഡിന്നറിന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്